വരിക്കാശ്ശേരി മന മലയാള സിനിമയുടെ തറവാട്. മംഗലശ്ശേരി നീലകണ്ഠനും ഇന്ദുചൂടനുമൊക്കെ പടിയിറങ്ങി വന്ന ആറാം തമ്പുരാന്റെ മണ്ണിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം മണിശ്ശേരിയിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. സ്വന്തം വാഹനത്തിലോ ബസ്സിലോ ഇവിടേക്ക് എത്താം. ഒറ്റപ്പാലത്ത് നിന്നും ഇവിടേക്ക് ബസ്സിൽ വരുന്നവർക്കുള്ള ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം. മെയിൻ ഗേറ്റിൽ നിന്നും ഒരു 30 മീറ്റർ കഴിഞ്ഞാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. 50 രൂപയാണ് എൻട്രി ഫ്രീ ആയി വരുന്നത്. ടിക്കറ്റ് കൗണ്ടറിന് ശേഷം ആദ്യം തന്നെ കാണുന്നത് ട്രഡീഷണൽ രീതിയിലുള്ള അരമന എന്നൊരു കോഫി ഷോപ്പാണ്. അത്യാവശ്യം റീസണബിൾ റേറ്റിലാണ് സ്നാക്സ് എല്ലാം. കൂടാതെ ഇവിടുത്തെ ടുഡേ സ്പെഷ്യൽ ബോർഡും കാണാം. ചെറിയൊരു ടീ ബ്രേക്കിന് ശേഷം നേരെ നമ്മൾ മനയിലേക്കാണ്. ഇതാണ് നമ്മുടെ വരിക്കാശ്ശേരി മന. 100 വർഷം പഴക്കമുള്ള നാലുകെട്ട്. 150ലധികം സിനിമകൾ എടുത്ത ഈ നാലുകെട്ടിന്റെ ഓരോ ഭാഗങ്ങൾ കാണുമ്പോഴും പല പല സിനിമകളുടെ സീനുകളായിരിക്കും നമുക്ക് ഓർമ്മ വരിക. തീർത്ഥം, ദേവാസുരം, ആറാം തമ്പുരാൻ, നരസിംഹം, രാവണപ്രഭു, വല്യേട്ടൻ തുടങ്ങി നിരവധി മലയാള സിനിമകളും അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ആദ്യം പോകുന്നത് ആറാം തമ്പുരാൻ ഷൂട്ട് ചെയ്ത ടെമ്പിളിന്റെ അടുത്തേക്കാണ്. ഇതാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണ ടെമ്പിൾ. മനയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ സ്ഥാനം. വരിക്കാശ്ശേരി മനയുടെ കുടുംബപര ദേവതയാണ് പ്രതിഷ്ഠ. ഇവിടുത്തെ കൃഷ്ണൻ മുരളി ഊതി നിൽക്കുന്ന ഭാവത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രധാന അട്രാക്ഷനായ വരിക്കാശ്ശേരി മനയിലെ കുളമാണിത്. നല്ല ആഴമുള്ളതുകൊണ്ടും പഴക്കമുള്ളതുകൊണ്ടും പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവിടെ ഇറങ്ങാനുള്ള അനുമതി കൊടുക്കുന്നില്ല. ഈ ഒരു ഭാഗം പുതുക്കി പണിതതാണ്. പാർക്കിംഗ് സ്പേസ് ആയിട്ടാണ് ഇപ്പൊ ഇത് ഉപയോഗിച്ചു വരുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോഴിക്കോട് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് ഈ വരിക്കാശ്ശേരി മന പണിതിരിക്കുന്നത്. 6 ഏക്കർ സ്ഥലത്ത് 300 വർഷം പഴക്കം എന്നാണ് കണക്കുകൾ പറയുന്നത്. വെട്ടുകല്ലിലും ചുമ്മായ കെട്ടിൽ നിർമ്മിച്ച് ചുമരു പോലും തേയ്ക്കാതെ തനിമ നിലനിർത്തിയാണ് ഈ മന ഇത്രയും മനോഹരമാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ മനയുടെ ഉള്ളിലേക്ക് പോകാം. കേരളീയ വാസ്തുവിദ്യ പ്രകാരം നിർമ്മിച്ച 2 പത്തായപ്പുരകൾ, കുളം, വിശാലമായ മുറികൾ, പടിപ്പുര മാളിക, പൂമുഖം ഇവയൊന്നും ഒരു കേടുപാടും കൂടാതെ ഇന്നും സംരക്ഷിച്ചു പോരുന്നുണ്ട്. വിശാലമായ മുറികളും നടുമുറ്റവും അകത്തളങ്ങളും കൊത്തുപണികളോട് കൂടിയിട്ടുള്ള മരത്തൂണുകളും ചുവർ ചിത്രങ്ങളും എല്ലാം വന്നു കാണേണ്ട കാഴ്ച തന്നെയാണ്. ഈ നടുമുറ്റമാണ് മനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 300 വർഷങ്ങൾക്ക് മുൻപ് പണിത 3 നിലയുള്ള ഈ കെട്ടിടത്തിന് ഇന്നും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. പണ്ടത്തെ തച്ചന്മാരുടെ കഴിവിനെയാണ് സ്മരിക്കേണ്ടത്. ഈ മനയുടെ നടുമുറ്റത്തിന്റെ സെന്ററിൽ കാണുന്ന ഈ ഒരു രൂപം ദിശ മനസ്സിലാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ മുറികളും സ്ഥാനങ്ങളുമെല്ലാം. ഇവിടുത്തെ ഒരു റൂമാണിത്. റൂമുകൾ പരസ്പരം കണക്റ്റഡ് ആണ്, പണ്ടത്തെ തറവാട് വീടുകൾ പോലെ തന്നെ. പരമ്പരാഗത വാസ്തുവിദ്യ നോക്കി പണിത ഒരു അടുക്കളയാണിത്. ഇത് കണ്ടോ, പണ്ടത്തെ പുകപ്പുരയുടെ മോഡലാവാം. പുകയിലൊക്കെ ഇട്ട് ഉണക്കാനുള്ള സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള കിണറാണിത്. പൂർണ്ണമായും വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ചൊരു കിണറാണിത്. ഇപ്പോഴും നല്ലോണം വെള്ളവും ഉണ്ട്. പണ്ട് കൂട്ടുകുടുംബം ആയതുകൊണ്ട് തന്നെ ഒരുപാട് അംഗങ്ങൾ ഉള്ളത് കൊണ്ടാവാം 2 സൈഡിൽ നിന്നും വെള്ളം കോഴാൻ തക്ക രീതിയിൽ സ്പേസ് ഇട്ട് ഈ കിണർ പണിതിട്ടുള്ളത്. ഇവിടെ എവിടെ നോക്കിയാലും ഫ്രെയിമുകളാണ്. ഞാനും കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ ഇഷ്ടത്തിനെടുത്തു. ഈ മനയുടെ 2ാം നിലയിലേക്ക് കയറുവാൻ ഇപ്പോൾ നമുക്ക് അനുമതിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്.
മനയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് പത്തായപ്പുര. ധാന്യങ്ങളൊക്കെ ശേഖരിച്ചു വെക്കാനായിരുന്നു ഈ കാണുന്ന 3 നില കെട്ടിടം ഉപയോഗിച്ചിരുന്നത്. ഇത്രയും വലിയ പത്തായപ്പുര എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര കിൻഡൽ കണക്ക് നെല്ല് സംഭരിച്ചിരുന്ന ജന്മിമാരായിരുന്നു ഇവരെന്ന്. ഇവിടുത്തെ ഈ പത്തായപ്പുരയുടെ മുകളിലത്തെ നിലയിലേക്ക് നമുക്ക് കയറാവുന്നതാണ്. തടിയിലുള്ള പഴയ സ്റ്റെയർകേസ് ആണ്. ഈട്ടിയുടേതാണെന്ന് തോന്നുന്നു. ഇവിടെയും ഒരുപാട് മുറികളുണ്ട്. ദേവാസുര സിനിമയിൽ രേവതിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്ന റൂമാണ് ഇത്. പഴയ കാലത്തെ സ്വിച്ച് ബോർഡാണ് ഈ കാണുന്നത്. പഴമയെ ഓർമ്മിപ്പിക്കാൻ ഇന്നും സൂക്ഷിച്ചു പോരുന്നു. ഇതിന്റെ ഒരു ഭാഗത്ത് കാണുന്ന സ്പൈറൽ ഷേപ്പിലുള്ള കോണിപ്പടിയാണിത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമുക്ക് താഴേക്കിറങ്ങാം. നിലവിൽ ഈ മനയുടെ ഉടമസ്ഥത വി ഹരിദാസൻ എന്ന ആൾക്കാണ്. ഒരു ട്രസ്റ്റാണ് ഇപ്പോൾ ഇത് സംരക്ഷിച്ചു പോരുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടാം.